ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളുടെ ക്രിസ്തു ഭാഗം 39. സത്യത്തിൻ്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ എന്ന നിലയിലാണ് യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തുന്നത്. അത് യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 26 വാക്യങ്ങളിലാണ്. യേശു ശിഷ്യന്മാരെ വിട്ടുപോകുന്നതിനാൽ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ അവരുടെ കൂടെ ഇരിക്കേണ്ടതിന് വരുമെന്ന് യേശു അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എന്നതിന് ഗ്രീക്കിൽ പാരാക്ലീറ്റോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിന് ആശ്വസിപ്പിക്കുന്നവൻ, സഹായിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. മലയാളം ബൈബിളിൽ കാര്യസ്ഥൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലും മറ്റും ആശ്വാസപ്രദൻ എന്ന അർത്ഥം വരുന്ന വാക്കും കാണുന്നു. എന്നാൽ ഇവിടെ ഈ പ്രഭാഷണത്തിൽ കാര്യസ്ഥൻ എന്ന പദം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുവാൻ 4 പ്രാവശ്യം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ ഈ 14-16 അതുപോലെ 26 വാക്യത്തിലും 15-26 16-7 അവ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ 1 യോഹന്നാൻ 2:1 ക്രിസ്തുവിനെ സൂചിപ്പിക്കുവാൻ 1 പ്രാവശ്യവും ഇതുപയോഗിച്ച് കാണുന്നുണ്ട്. വിശ്വാസികളോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയെപ്പറ്റി 2 കാര്യങ്ങൾ ഇവിടെ യോഹന്നാൻ 14 പറഞ്ഞു കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ എന്നേക്കുമുള്ള അധിവാസവും ഉപദേശവുമാണത്. ക്രിസ്തു അവരോട് പറഞ്ഞതെല്ലാം അവരെ ഓർമ്മപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. കാണുക അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന് 35. അവിടെ ഇതിൽ നിന്നും പുതിയ നിയമം മുഴുവൻ പരിശുദ്ധാത്മാവ് മൂലമുള്ള ക്രിസ്തുവിൻ്റെ ഉപദേശമാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുവാൻ ഇത് സഹായിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പരിശുദ്ധാത്മാവിൻ്റെ ആളത്വത്തെ തന്നെ സ്ഥിരീകരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതു മുതൽ ഇനി പുനരാഗമനം വരെ തൽസ്ഥാനത്ത് പരിശുദ്ധാത്മാവ് എല്ലാവരെയും പ്രബോധിപ്പിക്കുമെന്നും പാപികൾക്ക് യഥാർത്ഥ ജ്ഞാനം നൽകി സവിശേഷമായി യേശുക്രിസ്തുവിനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുമെന്നും മാത്രമല്ല ഓരോ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുമെന്നും അവർ ദൈവകൃപ പ്രാപിച്ച് എന്നുള്ളതിന് അവർക്ക് ഉത്തമ സാക്ഷ്യം നൽകുമെന്നും അവരെ ആശ്വസിപ്പിക്കുമെന്നും കൂടാതെ സത്യത്തിൽ വഴി നടത്തുമെന്നും ദൈവകൃപയെ അനുഭവിച്ച് ശരിയായി പ്രാർത്ഥിക്കുന്നതിന് സഹായിക്കുമെന്നും കൂടാതെ പ്രവചിക്കുന്നതിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനും സഹായിക്കുമെന്നും വാക്യങ്ങളിൽ കൂടി തെളിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം മുഴുവനായി തന്നെ നോക്കിക്കാണുക. കൂടാതെ ഗലാത്യർ 5:15 മുതൽ 26 വരെയും. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ സാധാരണ ദാനങ്ങളെന്നും വിശേഷതയാർന്ന അസാധാരണ ദാനങ്ങളെന്നും വേറിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പ്രവചിക്കുന്നതിനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമുള്ള വരങ്ങൾ ചിലർക്ക് മാത്രം നൽകപ്പെടുന്നതുകൊണ്ട് അവ ദൈവാത്മാവിൻ്റെ പ്രത്യേക ദാനങ്ങളായി കാണുന്നു. മറ്റുള്ളവ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും പൊതുവെ നൽകപ്പെടുന്നതുകൊണ്ട് അവ സാധാരണ ദാനങ്ങളായി പറയപ്പെടുന്നു. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൻ്റെ 17. ക്രിസ്തീയ സഭാ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ സംഭവവികാസമാണ് തർസോസുകാരനായ ശൗലിൻ്റെ മാനസാന്തരം. അതെ, യേശുവിനെ ഏറ്റവും അധികം വെറുത്ത ശൗൽ യേശുവിൻ്റെ ഉത്തമ ശിഷ്യനായി തീരുകയാണ് അന്യാസിൻ്റെ കൈവെപ്പിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിനാൽ. ഇങ്ങനെ പരിശുദ്ധാത്മാവ് അസാധാരണത്വമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാക്കി തൻ്റെ ആത്മാവിനാൽ പലരെയും ഉപയോഗിക്കുന്നു. കാണുക അപ്പോസ്തല പ്രവൃത്തി 10:46, 1 കൊരിന്ത്യർ 4:1 മുതൽ 20 വരെയും 12-ാം അധ്യായം 1 മുതൽ 13 വരെയും. ക്രിസ്തു മനുഷ്യനായി അവതരിക്കുകയും രക്ഷയെ സമ്പാദിച്ച് ഉത്തമ ഉപദേശം നൽകിയ ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് ആ നന്മകളെ പ്രത്യക്ഷമായും കൂടുതൽ മഹത്വമായും വിപുലമായും യഹൂദന്മാർക്ക് മാത്രമല്ല സകല ജാതികൾക്കും വെളിപ്പെടുത്തി.